സാദാത്തുക്കൾ പറയും. ആ പറഞ്ഞാൽ പാവപ്പെട്ട നമ്മളെയും അവിടെ നിന്ന് ഇവര് കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അള്ളാഹു അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക, അവരോടൊപ്പം ജീവിക്കുക. ഇവിടെ കിടക്കുന്ന മഹാനായ സയ്യിദ് കേസം തങ്ങളെ വർഗ്ഗം അല്ലാഹു അവിടുത്തെ ദറജ കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട ഒരു അനുഭവം, പരിശുദ്ധമായ റബീഉൽ അവ്വലായാൽ സുബ്ഹാനല്ലാഹ്, റബീഉൽ അവ്വൽ മാസത്തിൽ നടത്തുന്ന ഒരു മൗലിദുണ്ട്. ആ മൗലിദിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് കൈക്കൽ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ കാന ലീ മിഥ്ലു ജബലി ഉഹുദിൻ ദഹബൻ ലഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ഉഹുദ് മലയോളം സ്വർണ്ണമുണ്ടായിരുന്നുവെങ്കിൽ ആ സ്വർണ്ണത്തെ മുഴുവനും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് കഴിക്കുന്നതിന് വേണ്ടി ചെലവ് ചെയ്യുമായിരുന്നു. മഹാനായ സയ്യിദ് അവർകൾ അവിടുത്തെ ജീവിതത്തിൽ നമുക്കറിയാമല്ലോ, എളിമയുള്ള ജീവിതം, വളരെ സൗമ്യമായ ജീവിതം. എന്നിട്ട് റബീഉൽ അവ്വലായാൽ വളരെ വിപുലമായ മൗലിദ് സദസ്സാ. മക്കളെ കല്യാണം നടത്തുന്നത് പോലെ വിശാലമായ പന്തല് കെട്ടി നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച് വലിയ മൗലിദിന്റെ സദസ്സ്, സുബ്ഹാനല്ലാഹ്, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന സദസ്സ്. ഒരു കൂട്ടർക്ക് ബുർദ ബൈത്ത് പാടാൻ, മറ്റൊരു കൂട്ടർക്ക് മങ്കൂസ് മൗലിദ്, വേറെ ഒരു കൂട്ടർക്ക് ബദ്ർ മൗലിദ്, അങ്ങനെ തുടങ്ങി മൗലിദുകൾ വീതിച്ചു കൊടുത്ത് ഓരോ ടീമുകളെ കൊണ്ട് ബുർദയും മൗലിദുകളൊക്കെ ചൊല്ലിപ്പിച്ച് അൽഹംദുലില്ലാഹ് വന്നവർക്കൊക്കെ വിശാലമായ നല്ല സുഭിക്ഷമായ ഭക്ഷണം വിതരണം ചെയ്ത്, മാത്രമല്ല വന്നവർക്കെല്ലാം മൗലിദിൽ സംബന്ധിച്ചവർക്ക് അത് പണ്ഡിതന്മാരും സാദാത്തുക്കളും അല്ലാത്തവരുമെന്ന വ്യത്യാസമില്ലാതെ നല്ല ഹദിയകൾ അവർക്ക് കൊടുത്തുകൊണ്ട് മഹാനായ സയ്യിദ് അവറുകൾ നടത്തിയിരുന്ന മൗലിദ് എന്റെ അറിവിൽ ആരും നമ്മുടെ നാട്ടിലോ പ്രദേശത്തോ അതുപോലൊരു മൗലിദ് നടത്തുന്നില്ല. തങ്ങന്മാർക്കും ആലിമീങ്ങൾക്കും അല്ലാത്തവർക്കും കൊടുക്കുന്ന ഹദിയ മാത്രം ലക്ഷക്കണക്കിന് രൂപയാണ് വരുന്നത്. ലക്ഷക്കണക്കിന് ഉറുപ്പിക ഹദിയ കൊടുക്കുന്ന ഒരു മൗലിദിന്റെ സദസ്സ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ടോ, കേരളത്തിലുണ്ടോ? എന്റെ അറിവിൽ എന്റെ സുഹൃത്തുക്കളിലോ പറഞ്ഞതാരുമില്ല. അത്രയും വലിയ ഒരു മൗലിദിന്റെ സദസ്സ് മഹാനായ സയ്യിദ് അവറുകൾ സംഘടിപ്പിച്ചിരുന്നു. ജീവിതത്തിൽ വലിയ ഒരു തൗഫീഖ് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം, അടങ്ങാത്ത പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലേ. എത്ര മുതലാളിമാരുണ്ട് നമ്മുടെ നാട്ടില്, എത്ര ബിസിനസ്സുകാരുണ്ട്, എത്ര സമ്പന്നരുണ്ട്. പക്ഷേ മഹാനായ തങ്ങളവറുകൾ നടത്തുന്നത് പോലോ ഒരു മൗലിദിന്റെ സദസ്സ് നമ്മൾ ആരിലും കണ്ടിട്ടില്ല. എത്രയാണ് ഭക്ഷണം, സുഭിക്ഷമായ ഭക്ഷണം വിതരണം ചെയ്യുന്നു. ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചെലവ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിന് വേണ്ടി മാറ്റിവെച്ചു. അത് വർഷാവർഷം മുടങ്ങാതെ നടത്തിയിരുന്നു വഫാത്ത് വരെ. അത് വലിയ ഒരു തൗഫീഖാണ്, അല്ലാഹു കൊടുത്ത വലിയ ഒരു തൗഫീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത ഒരു പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്.
അല്ലാഹു മഹാനവറുകളെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കുന്നു. ഇങ്ങനെ മഹാനായ സയ്യിദ് അവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എത്ര ആളുകളാണ് നമ്മളോട് പറഞ്ഞത്, തങ്ങളെ സമീപിച്ചു, മന്ത്രിപ്പിച്ചു, നൂല് വാങ്ങി, അങ്ങനെ പലതും മുറുക്കൊക്കെ വാങ്ങിയിട്ട് പൈസ കൊടുക്കുമ്പോ വാങ്ങുന്നില്ല. എത്ര ആളുകളാണ് അനുഭവം പറയുന്നത്. എത്രയോ ആളുകൾക്ക് ഒരു പ്രതിഫലം പോലും ആഗ്രഹിക്കാതെ അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിച്ചു കൊടുത്തു. മാത്രമല്ല, നമ്മുടെ സംഘടനയുടെ പിരിവിന് വന്നാൽ, സ്ഥാപനത്തിന്റെ പിരിവിന് വന്നാൽ, സുബ്ഹാനല്ലാഹ്, നമ്മളൊരു തബറുക്കിന് വേണ്ടി തങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വരും. വന്നാൽ പ്രതീക്ഷിച്ചതിലപ്പുറം വലിയ സംഖ്യകൾ തന്ന് നമ്മെ സന്തോഷിപ്പിക്കുന്നു. എല്ലാ ആലിമീങ്ങളെയും, എല്ലാ സാദാത്തുക്കളെയും, എല്ലാ മോമിനീങ്ങളെയും സ്നേഹത്തോടെ പുഞ്ചിരിയോടെ സ്വീകരിച്ച് അവരുടെ കാര്യം സന്തോഷിപ്പിച്ച് വിടുന്ന വളരെ സ്വഭാവത്തിന്റെ ഒരു ഉടമയാണ് മഹാനായ സയ്യിദ് അവറുകൾ. അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ.